ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ചിത്രം വ്യക്തമാകുന്നു. മൂന്ന് പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നുള്ളതിനുള്ള കൃത്യമായ സൂചനകൾ വരികയാണ്. ഏറ്റവും അവസാനം പ്രഖ്യാപിക്കാനിരുന്നത് ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയാണ്. ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപിക്കും. കൃത്യമായ സൂചനകൾ പുറത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ആദ്യ ചിത്രം പുറത്തു വരുമ്പോൾ മൂന്ന് പാർട്ടികളുടെയും മൂന്ന് മുന്നണികളുടെയും വിജയ സാധ്യതകൾ എന്നുള്ള ഒരൊറ്റ വിലയിരുത്തൽ മാത്രമാണ് 7 മുതൽ 8 വരെയുള്ള ഒരു മണിക്കൂറിനുള്ളിൽ വോട്ടിന്റെ വോട്ട് തുടങ്ങുകയാണ്. ആദ്യം ഇൻപുട്ട് എഡിറ്റർ TJ ശ്രീലാൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നു വിശകലനങ്ങളുമായി. ഒപ്പം നമ്മുടെ പ്രതിനിധികളും തിരുവനന്തപുരത്ത് നിന്ന് VV അരുണും, കൊച്ചിയിൽ നിന്ന് ഡാനി പോളും, ഡൽഹിയിൽ നിന്ന് KP അഭിലാഷും ചേരുന്നു. ആദ്യം ഡൽഹിയിലേക്ക്. അഭിലാഷ്, ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് മിനിറ്റുകൾ മാത്രം. വ്യക്തമാകുന്ന കൃത്യമായ സൂചനകൾ എന്തെല്ലാം? കേരളത്തിലെ BJP പ്രവർത്തകരുടെ ആകാംക്ഷയ്ക്ക് അറുതി വരാൻ പോകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അല്പസമയത്തിനകം JP നദ്ദ, കേന്ദ്രമന്ത്രി കൂടിയായ JP നദ്ദ, ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ആളാണ്, തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാവ് കൂടിയാണ്. അല്പസമയത്തിനകം BJPയുടെ ആസ്ഥാനത്ത് ഇവിടെ മാധ്യമ പ്രവർത്തകരെ കാണുന്ന വാർത്താ സമ്മേളനം വിളിക്കുന്ന ഹാളിൽ അല്പസമയത്തിനകം എത്തും. എല്ലാ മാധ്യമങ്ങളും ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കുമ്മനം രാജശേഖരൻ, ആറ്റിങ്ങലിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ, കൊല്ലത്ത് നിന്ന് VK സാബു, പത്തനംതിട്ടയിൽ നിന്ന് K സുരേന്ദ്രൻ, ആലപ്പുഴയിൽ നിന്ന് KS രാധാകൃഷ്ണൻ എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥികളാകുവാനുള്ള സാധ്യത. എറണാകുളത്ത് കേന്ദ്രമന്ത്രി കൂടിയായ അൽഫോൺസ് കണ്ണന്താനം ജനവിധി തേടുമ്പോൾ ചാലക്കുടിയിൽ AN രാധാകൃഷ്ണനും പാലക്കാട് C കൃഷ്ണകുമാറുമായിരിക്കും മത്സരിക്കുക. കോഴിക്കോട് VK പ്രകാശ് ബാബു, മലപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പൊന്നാനിയിൽ VT രമ, വടകര CK സജീവൻ, കണ്ണൂർ CK പത്മനാഭൻ, കാസർഗോഡ് രവീശ തന്ത്രി കുണ്ടാർ എന്നിങ്ങനെ ഏറ്റവും ഒടുവിലായി വിവരങ്ങൾ ലഭിക്കുന്നു. ഒപ്പം 5 മണ്ഡലങ്ങളിലേക്ക് BDJSന്റെ സ്ഥാനാർത്ഥികളും കോട്ടയത്ത് PC തോമസുമാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. ഇന്ന് അല്പസമയത്തിനകം തന്നെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ 250 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. 1-2 ഘട്ടങ്ങളിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും അതോടൊപ്പം രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയുമായിരിക്കും പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വിവരം. ഉത്തർപ്രദേശിലെ 35 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വാരാണസിയിൽ നിന്ന് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് നേരിടുന്നു എന്ന പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അമേഠിയിൽ നിന്നുള്ള സ്മൃതി ഇറാനിയുടെ സ്ഥാനാർത്ഥിത്വവും അല്പസമയത്തിനകം പ്രഖ്യാപിച്ചേക്കും. ബീഹാറിൽ 17, ഹിമാചലിൽ 4, ഹരിയാനയിൽ 10, അസമിൽ 10 എന്നിങ്ങനെയായിരിക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഒപ്പം ദേശീയ തലത്തിൽ വിലയിരുത്തുമ്പോൾ പ്രായം കൂടിയവരെ മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള ഒരു അനുമാനം എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ കാൺപൂരിൽ നിന്ന് മത്സരിച്ച മുരളി മനോഹർ ജോഷിയും അതോടൊപ്പം ഗാന്ധിനഗറിൽ നിന്ന് പോരാട്ടത്തിനിറങ്ങിയ LK അദ്വാനിയുടെയും പേരുകൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകില്ല എന്നത് BJP ദേശീയ തലത്തിൽ വലിയ ചർച്ചയ്ക്ക് ഇടവരുത്തിയേക്കാം. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ BJP പ്രവർത്തകരും അണികളും കാത്തിരിക്കുന്നത് ആരൊക്കെയാകും സ്ഥാനാർത്ഥികൾ എന്നത് സംബന്ധിച്ചാണ്. ഇന്ന് 250 പേരുടെ പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ BJPയുടെ 14 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. അപർണ. KP അഭിലാഷ് വിശദാംശങ്ങൾ നൽകുന്നത്. ഏകദേശം BJPയുടെ സ്ഥാനാർത്ഥി പട്ടികത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചനകൾ തന്നെയാണ് അഭിലാഷ് നൽകിയത്. ഔദ്യോഗിക പ്രഖ്യാപനം അല്പം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വരുന്നു. ഇൻപുട്ട് എഡിറ്റർ TJ ശ്രീലാലും നമുക്കൊപ്പം ചേരുന്നു. ശ്രീലാല്, സ്പെക്കുലേഷൻസ് ഒരുപാട് ദിവസങ്ങളായി ഇത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പല പേരുകൾ മാറിയും മറിഞ്ഞും വന്നിരിക്കുന്നു. ഒടുവിൽ ഇതാ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനുള്ളിൽ പ്രഖ്യാപിക്കുന്നു വരുന്നു. ഇന്ന് ഹോളിയാണ്, ഒരുപക്ഷെ പ്രഖ്യാപനം ഇന്നും ഉണ്ടാകുകയില്ലെങ്കിൽ ഇനിയും നീണ്ടുപോകുമല്ലോ എന്നുള്ളൊരു ആശങ്ക BJP പ്രവർത്തകർ സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്നു. ആ ആശങ്കയാണ് അവസാനിച്ചിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ 20 മണ്ഡലങ്ങളിലേക്കുള്ള NDAയുടെ സ്ഥാനാർത്ഥി പട്ടിക BJP + BDJS എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? അപർണ, ഇന്നിപ്പോൾ BJPക്ക് ഹോളി ആഘോഷമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്, പ്രത്യേകിച്ച് ഗോവ മുഖ്യമന്ത്രിയുടെ മനോഹർ പരീക്കറുടെ മരണത്തെ തുടർന്ന് ആഘോഷമില്ലായിരുന്നു. അതുകൊണ്ട് അവർ കർമ്മനിരതരായി. അതുകൊണ്ട് തന്നെ ഇന്ന് ഹോളി ദിവസത്തിൽ തന്നെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക വരുന്നു. ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിലേക്ക് ചർച്ചയ്ക്ക് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ട്, BJPയുടെ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമാകുന്ന മണ്ഡലങ്ങൾ 2 തന്നെയാണ് ഈ പട്ടികയിൽ. അതിലൊന്ന് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ തന്നെ രംഗത്ത് വരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരമാകും ഏറ്റവും ശക്തമായ പോരാട്ടം. BJPയുടെ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം കൊണ്ട് BJPയുടെ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലം. അത് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയുടെയും മണ്ഡലത്തിന്റെയും സാധ്യത കൊണ്ട് ഏറ്റവും വലിയ പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലം അത് പത്തനംതിട്ടയാണ്. അവിടെ K സുരേന്ദ്രനാണ് BJPയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനെതിരെ വലിയ മത്സരമില്ലായിരുന്നു പാർട്ടിക്കുള്ളിൽ എങ്കിൽ പത്തനംതിട്ടയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ മത്സരമുണ്ടായിരുന്നു. സീറ്റിനായി അവിടെ മത്സരിക്കാൻ പ്രമുഖർ തന്നെ ശ്രമം നടത്തിയിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് PS
ശ്രീധരൻപിള്ള അവിടെ മത്സരിക്കാനുള്ള വലിയ ശ്രമം നടത്തിയിരുന്നു. ഒപ്പം തന്നെ മുൻപ് മത്സരിച്ച MT രമേശ് അടക്കമുള്ള മറ്റു നേതാക്കളും ശ്രമം നടത്തി. എന്തിന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം പോലും പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള വലിയൊരു ശ്രമം നടത്തിയെങ്കിലും ഒടുവിൽ BJP കേന്ദ്ര നേതൃത്വം K സുരേന്ദ്രനൊപ്പം നിന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് പത്തനംതിട്ടയിൽ K സുരേന്ദ്രനാകും സ്ഥാനാർത്ഥി. അവിടെയാണ് സ്ഥാനാർത്ഥിയുടെയും മണ്ഡലത്തിന്റെയും ഗുണം കൊണ്ട് ഏറ്റവും വലിയ മത്സരം നടക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് സ്ഥാനാർത്ഥിയുടെ ഗുണം കൊണ്ട് ഏറ്റവും വലിയ മത്സരം നടക്കാൻ പോകുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ സ്ഥാനാർത്ഥിയുടെയും മണ്ഡലത്തിന്റെയും ഗുണം കൊണ്ട് ഏറ്റവും വലിയ മത്സരം നടക്കാൻ BJPക്ക് ഏറ്റവും വലിയ മത്സരം നടക്കാൻ പോകുന്നത് പത്തനംതിട്ടയിലാണ്. ഇനി മണ്ഡലത്തിന്റെ സ്വഭാവം കൊണ്ട് ഏറ്റവും വലിയ മത്സരം നടക്കാൻ പോകുന്നത് അത് ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെയും അല്പം ഒരു ഗുണമുണ്ടാകും. അത് എറണാകുളത്താണ്. അൽഫോൺസ് കണ്ണന്താനം, കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തെയാണ് എറണാകുളത്ത് BJP ഇറക്കാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ പിന്നീട് പോയി കഴിഞ്ഞാൽ മറ്റ് സ്ഥാനാർത്ഥികളുടെ മറുഭാഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ ഏറ്റവും വലിയ സാന്നിധ്യം കൊണ്ട് വലിയൊരു മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലം വടകരയാണ്. വടകരയിൽ BJPയുടെ VK സജീവനാണ് BJPയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ VK സജീവൻ ഇവിടെ മത്സരിച്ചിരുന്നു. ആ കഴിഞ്ഞ തവണത്തെ മത്സരത്തിൽ VK സജീവൻ 76,313 വോട്ടുകൾ വടകരയിൽ നേടുകയും ചെയ്തു. നേരത്തെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു വടകരയിൽ ആരാണ് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത്, BJP ആരെ സ്ഥാനാർത്ഥിയാകാൻ നിർത്താൻ പോകുന്നത് എന്നത് ആശ്രയിച്ചിരിക്കും. അവിടെ BJP കോൺഗ്രസ് ലീഗ് മൊത്തം സഖ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്നത്തെ ദിവസം മുഴുവൻ നടന്ന ചർച്ചയും അതുതന്നെയായിരുന്നു. വടകരയിൽ ആരെ സഹായിക്കും, BJP ആരെയൊക്കെ സഹായിക്കും, BJPയുടെ വോട്ട് നേടാൻ ആരൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു. വടകരയിൽ ഇപ്പോൾ VK സജീവനെ തന്നെ ഇറക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ അതേ മത്സരത്തിന് ആണ് BJP തയ്യാറെടുക്കുന്നത് എന്ന് പറയുന്നു. കഴിഞ്ഞ തവണ 76,000-ലധികം വോട്ടുകൾ വടകരയിൽ BJPക്ക് നേടാനുമായിരുന്നു. പിന്നീട് കണ്ണൂരിലേക്ക് വരും. കണ്ണൂരാണ് പിന്നീടുള്ളത്. കണ്ണൂരിൽ CK പത്മനാഭനെയാണ് BJP ഇറക്കുന്നത്. BJPക്ക് ഒരു പക്ഷേ മുൻ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്, നിലവിൽ ഒരു CK പത്മനാഭൻ ഏറ്റവും മുതിർന്ന നേതാക്കളുടെ ഗണത്തിൽപ്പെടുന്ന നേതാവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ BJPക്ക് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയാണ് ഈ 5 മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥിയുടെയും ഒപ്പം തന്നെ മണ്ഡലത്തിന്റെയും ഗുണം കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ ഒരു പോരാട്ടം ഉണ്ടാകുന്നത്. പിന്നീട് BDJS വരുമ്പോൾ ഏറ്റവും വലിയ മത്സരം നടക്കാൻ BDJSന്റെ ഭാഗത്തുനിന്ന് മത്സരിക്കാൻ പോകുന്നത് തൃശ്ശൂർ തന്നെയാണ്. തുഷാർ വെള്ളാപ്പള്ളി തന്നെയാണ് BDJSന്റെ സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ ഇറങ്ങുന്നത്. റൈറ്റ്, TJ ശ്രീലാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇതൊരു ആദ്യ ചിത്രമാണ് ഓരോ മണ്ഡലങ്ങൾ എടുത്തുകൊണ്ട്. അതോടൊപ്പം തന്നെ തെക്കൻ കേരളം, വടക്കൻ കേരളം, മധ്യകേരളം വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ഞങ്ങളുടെ ജനപ്രതിനിധികൾ വിവിധയിടങ്ങളിൽ ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് VV അരുണിലേക്ക് ആദ്യം. അരുൺ, BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഏറ്റവും അവസാനം വന്നത്. മറ്റ് 2 ഇടത് വലത് മുന്നണികൾ പ്രചാരണത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ആ രീതിയിലുള്ള ചർച്ചകളും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞതാണ്. പ്രധാനമായും BJP ഉറ്റുനോക്കുന്ന 2 മണ്ഡലങ്ങൾ തെക്കൻ കേരളത്തിൽ തന്നെയാണ്. നേരത്തെ TJ ശ്രീലാൽ പറഞ്ഞ പോലെ മണ്ഡലം കൊണ്ടും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾ കൊണ്ടും ശ്രദ്ധേയമായിരിക്കുന്ന തിരുവനന്തപുരവും പത്തനംതിട്ടയും. ഒറ്റയടിക്ക് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് തെക്കൻ കേരളത്തിലെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക? അപർണ, BJP A ക്ലാസ് മണ്ഡലങ്ങളായി കണ്ടെത്തിയത് 4 മണ്ഡലങ്ങളാണ്. അതിൽ 2 തെക്കൻ കേരളത്തിലാണ്, തിരുവനന്തപുരവും പത്തനംതിട്ടയും. ഈ 2 മണ്ഡലങ്ങളും BJP വലിയ വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയത്തിനോട് അടുത്ത് വരെ BJP എത്തിയെന്ന് തോന്നിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു വോട്ടെണ്ണൽ സമയത്ത്. പക്ഷേ അവസാന ലാപ്പിൽ 15,000-ൽ പരം വോട്ടുകൾക്ക് O രാജഗോപാൽ ശശി തരൂരിനോട് അടിയറവ് പറയുകയായിരുന്നു. ഇത്തവണ BJP വലിയ പ്രതീക്ഷ ഈ മണ്ഡലത്തിൽ വച്ചു പുലർത്തുന്നു. മിസോറാം ഗവർണറായിരുന്ന കുമ്മനം രാജശേഖരനെ രാജിവെപ്പിച്ച് ഇവിടേക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. അദ്ദേഹം ഇതിനകം ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടില്ലെങ്കിലും പല രീതിയിൽ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. കുമ്മനത്തിലൂടെ തിരുവനന്തപുരം പിടിക്കാമെന്ന വലിയ വിശ്വാസം തന്നെയാണ് BJP ഉള്ളത്. ഇപ്പോൾ അവർക്ക് അനുകൂലമായ നിരവധി ഘടകങ്ങളുമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉൾപ്പെട്ട വട്ടിയൂർക്കാവിൽ മത്സരിച്ച് 2ാം സ്ഥാനത്തെത്താൻ കുമ്മനത്തിന് കഴിഞ്ഞിരിക്കുന്നു. നേമത്ത് BJP സ്ഥാനാർത്ഥി O രാജഗോപാൽ വിജയിച്ചു. ഇത്തരത്തിൽ സിറ്റി മണ്ഡലങ്ങളിൽ 4ഇടത്തും BJPയുടെ O രാജഗോപാൽ തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 1ാം സ്ഥാനത്ത് വന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം വലിയ പ്രതീക്ഷയോടെ BJP നോക്കിക്കാണുന്നു. ഇത്തവണ തിരുവനന്തപുരത്ത് ജയിക്കാനാകുമെന്ന് ഉറച്ച പ്രതീക്ഷ തന്നെയാണ് BJP ഉള്ളത്. മറ്റൊന്ന് പത്തനംതിട്ടയാണ്. നേരത്തെ ശ്രീലാൽ സൂചിപ്പിച്ച പോലെ BJPക്ക് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് പത്തനംതിട്ട തന്നെയാണ്. BJP വലിയ പ്രതീക്ഷയോടെ അതിനെ നോക്കിക്കാണുന്നു. ശബരിമല സമരം അടക്കമുള്ള വിഷയങ്ങൾ തന്നെയാണ് അവരുടെ ആത്മവിശ്വാസത്തിന് നിദാനവും. BJPയുടെ പല നേതാക്കളും, സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ, കേന്ദ്രമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഈ മണ്ഡലത്തിനായി വാശി പിടിക്കുമ്പോൾ തന്നെ എത്രത്തോളം പ്രതീക്ഷാ നിർഭരമായ മണ്ഡലമാണ്
പത്തനംതിട്ടയെന്ന് വ്യക്തമാകുന്നതാണ്. ഈ രണ്ട് മണ്ഡലങ്ങളും തന്നെയാണ് തെക്കൻ കേരളത്തിൽ BJPക്ക് ഏറ്റവും അധികം പ്രതീക്ഷയുള്ളത്. മറ്റൊരു വശം പരിശോധിച്ചാൽ ഇന്നലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് 5 മണ്ഡലങ്ങളിൽ ദുർബല സ്ഥാനാർത്ഥികളെ ഇറക്കി കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ RSS BJPക്ക് നിർദ്ദേശം നൽകിയെന്നാണ്. അതിൽ ചില മണ്ഡലങ്ങളും ഈ തെക്കൻ കേരളത്തിൽ ഉൾപ്പെടുന്നു. അതിലൊന്ന് കൊല്ലമാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആരോപണത്തെ ശരിവയ്ക്കുന്ന എന്ന പ്രത്യക്ഷ തോന്നാവുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയമാണ് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കൊല്ലത്ത് വരാൻ പോകുന്നത്. അഡ്വക്കേറ്റ് KV സാബുവാണ് അവിടെ സ്ഥാനാർത്ഥിയാവുക. ന്യൂനപക്ഷ മോർച്ചയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് അദ്ദേഹം. കഴിഞ്ഞ തവണ നേരത്തെ ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റുമായിരുന്നു. ഈ തൃപ്പൂണിത്തുറ സ്വദേശിയായ KV സാബു എങ്ങനെ കൊല്ലം പോലും മണ്ഡലത്തിൽ എത്തി എന്ന ചോദ്യത്തിന് BJP തീർച്ചയായും മറുപടി പറയേണ്ടി വരും. അത് കോടിയേരി ഉന്നയിച്ച ആരോപണമായി കൂട്ടി വായിക്കുമ്പോൾ അവിടെ കൃത്യമായ മറുപടി പറയാൻ BJP ബാധ്യസ്ഥമായി തീരുകയും ചെയ്യും. ഇത്തരത്തിൽ മറ്റു മണ്ഡലങ്ങളിലും ശക്തമായ മത്സരത്തിന് BJP തീർച്ചയായും ഓരോരോ മണ്ഡലങ്ങളിലേക്ക് 20 മണ്ഡലങ്ങളിലേക്കുള്ള ഒരു വിശകലനത്തിലേക്ക് തീർച്ചയായും വരണം. അപ്പോൾ നമുക്ക് വിശദമായിട്ട് അതിനകത്ത് കടക്കാമെന്ന് തോന്നുന്നു. തിരുവനന്തപുരം തൊട്ട് അതിനു മുൻപ് TJ ശ്രീലാൽ 3 മുന്നണികളുടെയും ജയസാധ്യതകളും സ്ഥാനാർത്ഥികളെയും ഒന്ന് വിലയിരുത്തുന്നതിന് മുൻപ് BJP പട്ടിക ഏറ്റവും പുതുതായി വന്ന വാർത്തയായതുകൊണ്ട് ഇതിനകത്ത് പത്തനംതിട്ടയും അതോടൊപ്പം തന്നെ ആറ്റിങ്ങലും നേരത്തെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയുണ്ടാവില്ല, പാലക്കാട് ചോദിച്ചതാണ്, പക്ഷേ ആറ്റിങ്ങലിൽ മത്സരിക്കുന്നു എന്ന് തീരുമാനിച്ചിരിക്കുന്നു. പത്തനംതിട്ടയിലേക്ക് ഏറ്റവും കൂടുതൽ അവരുടെ ഏറ്റവും പ്രസ്റ്റീജ് മണ്ഡലമായി BJP കണക്കാക്കുകയും വലിയ രീതിയിലുള്ള വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടായ മണ്ഡലത്തിൽ ഒടുവിൽ K സുരേന്ദ്രൻ എന്ന് തന്നെ വരുമ്പോൾ RSS നടത്തിയ ഇടപെടൽ കൂടി ശ്രദ്ധേയമാവുകയാണ്. അതായത് ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിനകത്ത് BJPക്ക് അപ്പുറത്തേക്ക് RSS തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തൊട്ട് പിടിമുറുക്കുന്നു എന്നുകൂടി വ്യക്തമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി മാറിയിരിക്കുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും അപർണ, RSS 2-3 മണ്ഡലങ്ങളിലാണ് ഏറ്റവും പ്രധാനമായും ഉള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതിലൊന്ന് തിരുവനന്തപുരത്ത്, രണ്ടാമത്തത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ K സുരേന്ദ്രൻ വേണമെന്നുള്ളതായിരുന്നു RSSന്റെ നിർദ്ദേശം. RSS അവിടെ NSS അടക്കമുള്ള സമുദായ സംഘടനകളുമായി സംബന്ധിച്ചുള്ള ആശയവിനിമയം നടത്തിയിരുന്നു. RSSന്റെ പ്രമുഖ നേതാക്കൾ NSS ആസ്ഥാനത്തെത്തി തന്നെയാണ് ഇത്തരമൊരു ആശയവിനിമയം നടത്തിയത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ശബരിമല പ്രക്ഷോഭത്തിന്റെ കേന്ദ്ര പ്രഭവ പ്രദേശമാണ് പത്തനംതിട്ട എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഗുണം, ആ ഒരു നേട്ടം അത് മുതലെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു RSSന്റെ ലക്ഷ്യം. NSSന് അക്കാര്യത്തിൽ RSSനൊപ്പം നിൽക്കുന്നതിനകത്ത് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ NSSന് ആരാകണം സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം RSS തന്നെ അക്കാര്യത്തിൽ തീരുമാനമെടുത്ത് NSS നേതൃത്വവുമായി ചർച്ച നടത്തുകയായിരുന്നു. K സുരേന്ദ്രനൊപ്പം തന്നെ പത്തനംതിട്ട ഏറ്റവും അവസാനം വരെയും സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ളയും ഈ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതിനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ കേന്ദ്ര നേതൃത്വം, BJPയുടെ കേന്ദ്ര നേതൃത്വം, അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ ഒടുവിൽ തീരുമാനിക്കുകയായിരുന്നു സുരേന്ദ്രൻ മതി എന്നും ശ്രീധരൻപിള്ള ഇത്തവണ മത്സരിക്കേണ്ടതില്ല എന്നും. അങ്ങനെയാണ് ഇന്നലെ അക്കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകുകയും സുരേന്ദ്രൻ മത്സരിക്കാൻ ഇറങ്ങുകയും ചെയ്തത്. എന്തായാലും ഈ 2 മണ്ഡലങ്ങളിലും RSSന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാകും തെരഞ്ഞെടുപ്പ് നടക്കുക. തീർച്ചയായും മണ്ഡലങ്ങളായിട്ട് വരുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട പവർ ഫൈറ്റ് എന്ന് വിശേഷിപ്പിക്കേണ്ടത് തലസ്ഥാനം തന്നെയാണ്, തിരുവനന്തപുരം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല എന്ന് തന്നെയല്ലേ വിശകലനം ചെയ്യേണ്ടത്. UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. പക്ഷേ ഇത്തവണ ഉറ്റുനോക്കുകയാണ് ചെറിയ മത്സരമല്ല, കടുത്ത മത്സരം. പ്രത്യേകിച്ച് മിസോറാം ഗവർണറായിരുന്ന കുമ്മനത്തെ രാജിവെപ്പിച്ച് കൊണ്ടുവരുന്നതിലൂടെ BJP പോലും ഉറ്റുനോക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ക്ലൈമാക്സോ ആന്റി ക്ലൈമാക്സോ ഒക്കെ തന്നെയാണ്. തീർച്ചയായും BJPയുടെ A ക്ലാസ് മണ്ഡലം ആണ് തിരുവനന്തപുരം. BJPയുടെ മാത്രമല്ല എല്ലാ പാർട്ടികളുടെയും A ക്ലാസ് മണ്ഡലമായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം എന്നതിൽ സംശയമില്ല. ശശി തരൂർ 3ാമത് ജനവിധി തേടുമ്പോൾ ശശി തരൂരിനെ പരാജയപ്പെടുത്തുന്നതിന് LDF മുന്നോട്ട് വയ്ക്കുന്നത് നെടുമങ്ങാട് MLA C ദിവാകരന് ഒപ്പം തന്നെയാണ് ഇപ്പോൾ. അതിനുശേഷമാണ് ഇപ്പോൾ കുമ്മനം രാജശേഖരൻ കൂടി രംഗപ്രവേശം ചെയ്യുന്നത്. ഈ 3 പേരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആർക്കാകും വിജയ സാധ്യത എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ 2014 തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോയാൽ 2014 2,97,806 വോട്ടുകൾ ആണ് ശശി തരൂർ നേടിയത്. ശശി തരൂർ 15,470 വോട്ടുകൾക്കാണ് 2014 വിജയിച്ചത്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഇതായിരുന്നു. രാജഗോപാൽ 2ാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ് കുമ്മനം രാജശേഖരനെ തന്നെ തിരുവനന്തപുരത്ത് ഇറക്കാൻ BJP തീരുമാനിക്കാനുള്ള കാരണം. 2,82,333 വോട്ടുകളാണ് രാജഗോപാൽ കഴിഞ്ഞ 2014 പിടിച്ചത്. 3ാം സ്ഥാനത്തേക്ക് പോയി ബെനറ്റ് എബ്രഹാം, അന്ന് CPIയുടെ സ്ഥാനാർത്ഥി. ഈ 2014 തെരഞ്ഞെടുപ്പ് തന്നെയാണ് BJPക്ക് വലിയൊരു പ്രതീക്ഷ തിരുവനന്തപുരത്ത് നൽകുന്നതും. അതുകൊണ്ട് തന്നെയാണ് മിസോറാം ഗവർണറായി പോയ കുമ്മനം രാജശേഖരനെ രാജിവെപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുന്നത്. അവിടെയാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ പോകുന്നത്. തീ പാർന്ന പോരാട്ടം കേരളത്തിൽ ഏറ്റവും അധികം നടക്കാൻ പോകുന്ന, ഏറ്റവും തീ പാർന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലം തിരുവനന്തപുരം തന്നെയായിരിക്കും. മണ്ഡലങ്ങളൊന്ന് തിരുവനന്തപുരം തന്നെയായിരിക്കും. തീർച്ചയായും തിരുവനന്തപുരം തന്നെയാണ്. എനിക്ക് തോന്നുന്നു മറ്റു മണ്ഡലങ്ങളെല്ലാം പോയ ശേഷം ഒരല്പം കൂടി തിരുവനന്തപുരത്തേക്ക് വരേണ്ടതുണ്ട്. ആറ്റിങ്ങൽ അടുത്ത മണ്ഡലത്തിലേക്ക് കടക്കുമ്പോൾ അത് A സമ്പത്ത് തന്നെ ആറ്റിങ്ങലിൽ സിറ്റിംഗ് MP A സമ്പത്ത് തന്നെ വീണ്ടും
ആറ്റിങ്ങലിൽ ഇടത് സ്ഥാനാർത്ഥിയായി വരുന്നു. അതേസമയത്ത് ഇടത് വലത് മുന്നണിക്ക് UDF-ന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. ഒടുവിലാണ് പല പേരുകൾ ഷാനിമോൾ ഉസ്മാൻ, അടൂർ പ്രകാശ്, ഈ പേരുകളെല്ലാം ചർച്ച ചെയ്ത ശേഷം അടൂർ പ്രകാശിനെ പോലെ ഒരു ശക്തമായ കാൻഡിഡേറ്റ് വരുന്നു. അപ്പോൾ തന്നെ മത്സരം കടുക്കുമെന്നുള്ളൊരു സൂചന വരുന്നു. ഇപ്പോൾ ഇതിനകത്ത് ശോഭാ സുരേന്ദ്രൻ കൂടി BJP-യുടെ കാൻഡിഡേറ്റ് ആകുമ്പോൾ അതൊരു ത്രികോണ മത്സരത്തിലേക്ക് കടക്കാനുള്ള സാധ്യത എത്രത്തോളം BJP കാണുന്നുണ്ടാകും? ശക്തമായ ഒരു ത്രികോണം. അവർ കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ ഒരു ത്രികോണ മത്സരത്തിനുള്ള ഒരു സാധ്യതകളും ഉണ്ടായിരുന്നില്ല. BJP കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അന്ന് G. ബാലചന്ദ്രൻ ആയിരുന്നു. G. ബാലചന്ദ്രൻ സമ്പത്തിനോട് പോരുന്നതിന് എതിരാളിയല്ല എന്ന് കഴിഞ്ഞ ആ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായപ്പോൾ തന്നെ ഒരു ആക്ഷേപം ഉയർന്നിരുന്നു. സമ്പത്തിനോടും നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി ആകണം ആറ്റിങ്ങിൽ ഉണ്ടാകേണ്ടതെന്ന് ഇത്തവണ തുടക്കത്തിലെ വലിയ ഒരു നിലപാട്, വലിയ ഒരു ആവശ്യം പാർട്ടിയിൽ ഉയർന്നു വന്നിരുന്നു. അങ്ങനെയാണ് ഒരു MLA അവിടെ ഇറക്കാൻ ആലോചിച്ചതും അടൂർ പ്രകാശിന്റെ പേര് ആദ്യം ഉയർന്നു വന്നതും പിന്നീട് അവിടത്തേക്ക് ഷാനിമോൾ ഉസ്മാന്റെ പേരും ഒപ്പം തന്നെ വന്നു. എന്നാൽ അവസാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചു അടൂർ പ്രകാശ് മതി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെന്ന്. അങ്ങനെ MLA കൂടിയായ അടൂർ പ്രകാശ് അവിടെ മത്സരത്തിനിറങ്ങുന്നു. കഴിഞ്ഞ തവണ സമ്പത്ത് 3,80,36 വോട്ടുകളാണ് നേടിയത്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 18,341 ഒരു ശക്തനായ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അവിടെ ഈ കുറച്ചുകൂടി വലിയ വെല്ലുവിളി ഉയർത്താൻ സാധിക്കുമെന്ന് UDF കരുതി. അവിടെ ആ സ്ഥലത്തേക്കാണ് ശോഭാ സുരേന്ദ്രൻ കൂടി എത്തുന്നത്. ശോഭാ സുരേന്ദ്രൻ തുടക്കത്തിൽ ആറ്റിങ്ങലിലേക്ക് വരാൻ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രനെ കൂടി BJP രംഗത്തിറക്കിയിരിക്കും. തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ കൂടി എത്തുന്നതോടെ ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യത തന്നെയാണ് ആറ്റിങ്ങലിൽ ഉയർന്നിരിക്കുന്നത്. ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ BJP വലിയ ഒരു പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ BJPക്ക് ആയിരുന്നില്ല. 47,620 വോട്ടുകൾ മാത്രമാണ് BJP നേടിയത്. അതുകൊണ്ട് പക്ഷേ ഒരിക്കലും ഇത്തവണത്തെ ശോഭാ സുരേന്ദ്രന്റെ സാധ്യതകൾ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഉയർത്താൻ പോകുന്ന പോരാട്ടത്തെ വിലയിരുത്തേണ്ട കാര്യമില്ല. നമ്മളിപ്പോ വനിതാ പ്രാതിനിധ്യത്തെ കുറിച്ചൊന്നും സംസാരിക്കാറായിട്ടില്ല. ഏതായാലും മൂന്ന് മുന്നണികളുടെയും കാൻഡിഡേറ്റ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് പരാമർശിച്ച പേര് ഇപ്പൊ ശോഭാ സുരേന്ദ്രനെ തന്നെയാണ്. ആറ്റിങ്ങലിൽ അതൊരു ശ്രദ്ധേയമായ കണക്ക് 68.55% വനിതാ പ്രാതിനിധ്യം എന്നൊക്കെ വരുന്ന രീതിയിലുള്ള ചില കണക്കുകൾ. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ പറഞ്ഞതുപോലെ ശബരിമല BJP-യുടെ സ്വാധീനം എത്രത്തോളം എന്ന രീതിയിലുള്ള ഒരു വിശകലനം കൂടി നടത്തേണ്ടി വരുമോ? BJP-യുടെ അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ തവണ BJP നേടിയ 47,000 എന്ന് പറയുന്ന വോട്ട് BJP-യുടെ ആറ്റിങ്ങലിലുള്ള സ്ട്രെങ്തിനെ കാണിക്കുന്നതല്ല എന്നാണ് BJP അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന അവരുടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന, ദേശീയ തലത്തിൽ കൂടി അറിയപ്പെടുന്ന നേതാവിനെ ഇവിടെ ഇറക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു മത്സരം കാഴ്ചവെക്കാനാകും എന്നുള്ള ഒരു വിലയിരുത്തലാണുള്ളത്. കഴിഞ്ഞ തവണ പാലക്കാടിൽ മത്സരിച്ചിരുന്ന ശോഭാ സുരേന്ദ്രൻ നല്ല പ്രകടനം അവിടെ കാഴ്ചവെക്കാനായി. ശോഭാ സുരേന്ദ്രൻ BJP-യുടെ എണ്ണം പറഞ്ഞ ഏറ്റവും മുതിർന്ന നിലയിലുള്ള നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ വലിയ ഒരു പ്രകടനം കാഴ്ചവെക്കാനാകും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി BJP വച്ചുപുലർത്തുന്നു. അങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ എത്തുന്നത്. റൈറ്റ്. ഇനി കൊല്ലമാണ്. VV അരുൺ, NK പ്രേമചന്ദ്രൻ, KN ബാലഗോപാൽ കൃത്യമായിട്ടുള്ള വടവൃക്ഷങ്ങൾ തന്നെ ഇടതിനും വലതിനും ആരായിരിക്കും കൊല്ലത്ത് എന്നുള്ള രീതിയിൽ BJP-യിൽ പല പേരുകൾ ഉയർന്നു വരികയും ചെയ്തതാണ്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ KV സാബു എന്നൊരു സ്ഥാനാർത്ഥിയിലേക്ക് BJP എത്തുമ്പോൾ അത് ആ മത്സരത്തെ അവരെത്രത്തോളം ദുർബലമാക്കുന്നു എന്ന് തന്നെ കൃത്യമായി ചോദിക്കേണ്ടതായി വരുന്നു. തീർച്ചയായും പറഞ്ഞ കൊല്ലത്ത് നേരിട്ടുള്ള പോരാട്ടമായി മാറും KN ബാലഗോപാലും പ്രേമചന്ദ്രനുമായി. കാരണം ദുർബലനായ സ്ഥാനാർത്ഥിയെ തന്നെ BJP ഇറക്കുമെന്ന ആരോപണം നേരത്തെ CPM കേന്ദ്രങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രേമചന്ദ്രനെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നീക്കം BJP നടത്തുന്നത്. കഴിഞ്ഞ തവണയും NK പ്രേമചന്ദ്രന് വേണ്ടി BJP വോട്ട് മറിച്ചു. അത് ഇത്തവണയും ഉണ്ടാകുമെന്ന പ്രചരണമാണ് വ്യാപകമായി ഇടത് കേന്ദ്രങ്ങൾ നടത്തിയത്. ഒരുപക്ഷെ അവരുടെ ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന അല്ലെങ്കിൽ ശരിയെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ BJP ഇറക്കുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. KV സാബു എന്ന എത്രത്തോളം ശക്തനാണ് ഈ മണ്ഡലത്തിൽ മത്സരിക്കുക, എന്താണ് അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിക്കാനുള്ള അനുകൂല ഘടകങ്ങൾ എന്നൊക്കെ തന്നെ BJP നേതൃത്വം വിശദീകരിക്കേണ്ടി വരും. അവിടെ ശക്തമായ ത്രികോണ മത്സരത്തിന് പകരം ഇടതുമുന്നണിയുടെയും വലതുമുന്നണി UDF-ന്റെയും നേതാക്കൾ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായി തന്നെ കൊല്ലം മാറാനാണ് ഈ ഘട്ടത്തിൽ സാധ്യതയുള്ളത്. ഇത് BJP-ക്കെതിരെ വലിയ ആരോപണമായി ഇനിയും ഇടതു കേന്ദ്രങ്ങൾ ഉയർത്തുകയും ചെയ്യും. ഏതായാലും CPM-ന്റെ ആരോപണങ്ങൾ ഒരു പരിധിവരെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥി നയമാണ് കൊല്ലം മണ്ഡലത്തിലെങ്കിലും ഇപ്പോൾ BJP നടത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതിശക്തമായൊരു ത്രികോണ മത്സരം അവിടെ ഉണ്ടാകില്ലെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാനും കഴിയും.
റൈറ്റ്. ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യാ സെക്രട്ടറി KV സാബു ആണ് കൊല്ലത്ത് BJP-യുടെ സ്ഥാനാർത്ഥി. ചുരുക്കി കാണുന്നില്ല. പക്ഷേ TJ ശ്രീലാൽ ശക്തമായ മത്സരം, NK പ്രേമചന്ദ്രൻ, അതോടൊപ്പം തന്നെ KN ബാലഗോപാൽ കൃത്യമായ രീതിയിൽ തിരുവനന്തപുരം പവർ ഫൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ കൊല്ലത്തും അത്ര തന്നെ ശ്രദ്ധ നേടുന്ന ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുകയായിരുന്നു. അതുപോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാമോ ഇല്ലയോ എന്നുള്ള ഒരു പക്ഷേ പ്രവചനാതീതം എന്ന് പോലും പറയാവുന്ന ചില മേഖലകളിൽ CPM-നും അതോടൊപ്പം തന്നെ RSPക്കും സ്വാധീനമുള്ള മേഖലകൾ തത്തുല്യമായി വരുന്ന ചില സ്ഥലങ്ങൾ. ഇതിൽ സുരേഷ് ഗോപി ഒരു പക്ഷേ മത്സരിച്ചേക്കും കൊല്ലത്ത് എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. തനിക്ക് തിരുവനന്തപുരം വേണം, അദ്ദേഹം മത്സരിക്കാനുള്ള, അതുകൊണ്ട് കൊല്ലം ഒഴിവാക്കി. അപ്പോൾ തന്നെ BJP അവിടെ പരിഗണിച്ചത് സുരേഷ് ഗോപിയെ പോലെ വളരെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഒരു വലിയ ഒരു കാൻഡിഡേറ്റിന് എന്ന കാര്യം വ്യക്തമാണ്. അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പേര് പറഞ്ഞു. അദ്ദേഹം നടത്തിയ പരാമർശം പോലും കൊല്ലത്തെക്കാൾ ഭേദം മലപ്പുറമായിരുന്നു എന്നൊരു പരിഹാസം അദ്ദേഹം നടത്തി. അങ്ങനെ ഉള്ള ഒരു സ്ഥിതിയിൽ കൊല്ലംകാരനല്ലാത്ത ഒരു സ്ഥാനാർത്ഥി വരികയാണ് മത്സരിക്കാൻ എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. തീർച്ചയായും അപർണ, കൊല്ലത്ത് എങ്ങനെ നമ്മൾ അരുൺ പറഞ്ഞതുപോലെ കൊല്ലത്ത് എങ്ങനെ VK സാബു വന്നത് എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കഴിഞ്ഞ തവണയും ഇതുപോലെ ഒരു സ്ഥാനാർത്ഥി PM വേലായുധനെ, പട്ടിക മോർച്ചയുടെ ദേശീയ നേതാവ് കൂടിയായ PM വേലായുധനാണ് കഴിഞ്ഞ തവണ BJP രംഗത്തിറക്കിയത്. 58,671 വോട്ടുകളാണ് കഴിഞ്ഞ തവണ BJPക്ക് അവിടെ നേടാനായത്. ഇത് തന്നെ BJPയുടെ വലിയ മറ്റു പാർട്ടികളിൽ നിന്നുള്ള വിമർശനത്തിന് വഴിവെച്ചിരുന്നു. NK പ്രേമചന്ദ്രനെ സഹായിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നുള്ള ആരോപണമുണ്ടായിരുന്നു. ഇത്തവണ പക്ഷേ തുടക്കത്തിൽ മറ്റു പേരുകൾ, സുരേഷ് ഗോപിയുടെ പേരും അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പേരെല്ലാം വന്നപ്പോൾ അവിടെ ഒരു ശക്തമായ മത്സരത്തിന് BJP ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ സുരേഷ് ഗോപി പിൻവാങ്ങി. തിരുവനന്തപുരം ലഭിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വ്യക്തമായപ്പോൾ തൃശ്ശൂരായാലും മതി എന്നുള്ള നിലപാട് സുരേഷ് ഗോപി സ്വീകരിച്ചു. അവിടെയും BDJS മണ്ഡലം പോയതോടെ താൻ മത്സരത്തിനില്ല എന്ന് സുരേഷ് ഗോപി അറിയിക്കുകയും, പക്ഷേ അപ്പോൾ പോലും മറ്റ് മത്സര സാധ്യതയുള്ള നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ചെറുപ്പക്കാരനായ ഒരു നേതാവിനെ എല്ലാം അല്ലെങ്കിൽ കുറച്ചുകൂടി ആ ഭാഗത്തു നിന്നുള്ള ഒരു നേതാവിനെ രംഗത്ത് കൊണ്ടുവരാമായിരുന്നു. പക്ഷേ തൃപ്പൂണിത്തുറ സ്വദേശിയെയാണ് ഇപ്പോൾ കൊല്ലത്ത് ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ചാലക്കുടിയിൽ മത്സരിച്ചു. 47 വയസ്സാണ് അഡ്വക്കേറ്റ് KV സാബുവിനുള്ളത്, ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. എന്തായാലും KV സാബു ഈ പറഞ്ഞ NK പ്രേമചന്ദ്രനും KN ബാലഗോപാലിനും ഒത്തൊരു എതിരാളി അല്ല എന്നുള്ളത് വ്യക്തമാണ്. അവിടെ മത്സരം ബാലഗോപാലും പ്രേമചന്ദ്രനും തമ്മിൽ തന്നെയാകും. അപ്പോൾ BJPയുടെ വോട്ട് അത് ഈ സ്ഥാനാർത്ഥിക്ക് തന്നെ വീഴുമോ, അതോ BJPയുടെ വോട്ട് മറിയുമോ എന്നുള്ള ആശങ്ക ഇപ്പോൾ തന്നെ പല ഭാഗത്തുനിന്നും ഉയരുന്നുണ്ട്. ആ ചോദ്യത്തിന് മറുപടിയാണ് കൊല്ലത്ത് കാത്തിരിക്കുന്നത്. റൈറ്റ്. ഇനി സ്റ്റാർ മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട. അത് BJP സംബന്ധിച്ചോട് നേരത്തെ പറഞ്ഞതുപോലെ ജയവും തോൽവിയുമല്ല, എത്രത്തോളം വോട്ട് നേടാൻ കഴിയുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് ശബരിമല വിഷയം കൂടി അതിനകത്ത് നിൽക്കുന്നത് കൊണ്ട് അത് BJPയെ സംബന്ധിച്ചോളം ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പോലും അത് പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി മാറുന്നു. ഇതിനകത്ത് ആന്റണി UDF-നകത്തുണ്ടായിരുന്ന ഒരു സ്പ്ലിറ്റ്, എന്നിട്ടും ആന്റണി തന്നെ വീണ്ടും കാൻഡിഡേറ്റ് ആകുന്നു. അങ്ങനെ ഒരു ചെറിയ ഒരു സാധ്യത കുറവ് ഒരു വശത്ത് നിൽക്കുന്നു. അത് UDF ക്യാമ്പുകൾ എത്രത്തോളം നിഷേധിച്ചാലും LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വീണ ജോർജ് വരുന്നു. അവരുടെ ഒരു പ്രതീക്ഷ ഒരു വശത്ത്. ഒപ്പമാണ് ഇങ്ങനെ BJP സ്ഥാനാർത്ഥിയായി K സുരേന്ദ്രൻ വരുന്നത്. കൃത്യമായ ഒരു ഇടപെടലോടുകൂടി ശക്തമായ ഒരു ത്രികോണ മത്സരം. തീർച്ചയായും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്ത് ഏറ്റവും അധികം മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലം തീർച്ചയായും പത്തനംതിട്ട തന്നെയാണ്. കഴിഞ്ഞ തവണ MT രമേശ് പത്തനംതിട്ടയിൽ കാഴ്ചവെച്ച പ്രകടനമാണ് BJPക്ക് അവിടെ പ്രതീക്ഷ നൽകുന്നത്. MT രമേശ് കഴിഞ്ഞ തവണ ഈ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ അടക്കമുള്ള പുതിയ വിമാനത്താവളം വരുന്ന അടക്കമുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഗുണം MT രമേശിന് കിട്ടിയിരുന്നു. അതിനേക്കാൾ വലിയൊരു ഫാക്ടറി തവണ നിലനിൽക്കുന്നു. അത് ശബരിമല വിഷയം തന്നെയാണ്. ആ MT രമേശ് ഉണ്ടാക്കിയെടുത്ത ഒരു തട്ടകത്തിൽ ശബരിമലയുടെ ഒരു ഗുണം കൂടി വരുമ്പോൾ അത് BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് BJPക്കുള്ളത്. അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയുടെ പേരിൽ തന്നെയാണ് പത്തനംതിട്ടയിൽ BJPക്കുള്ളിൽ ആ സീറ്റിനായുള്ള ഇത്രയും വലിയ വടംവലി. സംസ്ഥാന പ്രസിഡന്റ് തന്നെ 2 കാലും ഉറപ്പിച്ച് ഇറങ്ങി നിന്ന് ഈ സീറ്റ് വേണമെന്നുള്ള ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള സാഹചര്യമുണ്ടായത്. 3,58,848 വോട്ടുകളാണ് കഴിഞ്ഞ തവണ ആന്റണി ഇവിടെ നേടിയത്. അവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് അതിന് മുൻപത്തെ തവണ, അതായത് 2009 ആന്റണിക്ക് ലഭിച്ചത് 4,08,232 വോട്ടുകളാണ്. അപ്പോൾ കഴിഞ്ഞ തവണ തന്നെ 2009 നിന്ന് 2014 എത്തുമ്പോൾ തന്നെ ആന്റണിക്ക് അവിടെ വലിയ തോതിലുള്ള ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വന്നു എന്നുള്ളത് ആന്റണിയുടെ ഇമേജിന് വലിയ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിരുന്നു. അവിടെയാണ് ഇപ്പോൾ DCC പോലും ആന്റണിക്കെതിരെ നിൽക്കുകയും കഴിഞ്ഞ തവണ ഇറക്കിയ ഫിലിപ്പോസ് തോമസിന് പകരം ഇത്തവണ വീണ ജോർജിനെ, MLA കൂടിയായ വീണ ജോർജിനെ ഇറക്കുന്നു. തീർച്ചയായും നല്ല മത്സരം അവിടെ നടക്കും. ആ മത്സരത്തിനൊത്ത BJP LDF-ന്റെയും UDF-ന്റെയും ആ സ്ഥാനാർത്ഥിക്കൊത്ത ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഇപ്പോൾ
BJP രംഗത്തിറക്കിയിരിക്കുന്നത്. കെ സുരേന്ദ്രൻ അവിടെ നല്ല പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്നുള്ള പ്രതീക്ഷ. റൈറ്റ്. PS ശ്രീധരൻപിള്ള BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള അദ്ദേഹം തയ്യാറായി കഴിഞ്ഞൊരു BJP സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം അല്പം മുൻപ് അദ്ദേഹത്തെ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് പോകുന്നതിന് മുൻപ് ഇടുക്കി കൂടി ഒന്ന് കവർ ചെയ്തിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. TJ ശ്രീലാൽ, അതും ഇടുക്കി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 2 ആഴ്ച വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു. അതിനകത്ത് ജോയ്സ് ജോർജ് LDF തർക്കമില്ലാതെ വന്നെങ്കിലും ഡീൻ കുര്യാക്കോസിന്റെ എൻട്രി ഒരുപാട് നാടകങ്ങൾക്ക് ശേഷം കൂടിയായിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എടുക്കാൻ പോകുന്ന നിലപാടുകൾ ഏത് രീതിയിലായിരിക്കും, ഇതെല്ലാം ചോദ്യമാണ്. ഒപ്പം BDJSന്റെ ബിജു കൃഷ്ണൻ വരികയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു ത്രികോണ മത്സരത്തിന് വലിയ സ്കോപ്പ് ഇടുക്കിയിൽ കാണുന്നില്ല എന്ന് നേരത്തെ വിശകലനം ചെയ്യണോ, അതോ കൃത്യമായ രീതിയിൽ ഇതൊരു ഇടത് വലത് മത്സരം എന്നല്ല പൊതുവെ ഇടുക്കിയുടെ ഒരു സാഹചര്യം വെച്ചിട്ടും ചരിത്രം വെച്ചിട്ടും ത്രികോണ മത്സരത്തിനുള്ള സാധ്യതകൾ ഇടുക്കിയിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപർണ, ത്രികോണം അവിടെ കോൺഗ്രസും LDFും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത്. BDJSനാണ് ഈ സീറ്റ് നൽകിയിരിക്കുന്നത്. ബിജു കൃഷ്ണനാണ് ഇവിടെ മത്സരിക്കാൻ പോകുന്നത്. പഴയ SFI നേതാവ്, കടംകൊണ്ട നേതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു പ്രകടനം അദ്ദേഹം കാഴ്ചവയ്ക്കാം, അല്ലെങ്കിൽ ഒരു മത്സരത്തിനുള്ള ശ്രമം നടത്താമെങ്കിലും ഒരു മത്സര സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ബിജു കൃഷ്ണന് ഇടുക്കിയിൽ കഴിയുമെന്ന് തോന്നുന്നില്ല. ജോയ്സ് ജോർജ് കഴിഞ്ഞ തവണ 50,542 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഈ മണ്ഡലം പിടിച്ചെടുത്തത്. PT തോമസ് 2009 PT തോമസ് ജയിച്ച മണ്ഡലമായിരുന്നു. വലിയ ഘടകങ്ങൾ കഴിഞ്ഞതാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായിരുന്നു. സ്വാമിനാഥൻ കമ്മീഷൻ വലിയ ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ആ ഘടകങ്ങളിൽ അനുകൂലമായ ഒരു തരംഗം ഉണ്ടാവുകയും അത് ജോയ്സ് ജോർജിന് വലിയ ഗുണം ചെയ്യുകയും ചെയ്തു. എങ്കിൽ പോലും ഇത്തവണ ജോയ്സ് ജോർജ് അതേ ഒരു ജനപ്രീതിയോടെ തന്നെ ഇറങ്ങുന്നു എന്നുള്ളതാണ് LDF കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ LDF വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം. മത്സരത്തിനായി ഇപ്പോൾ ഡീൻ കുര്യാക്കോസിനെ UDF ഇറക്കിയിരിക്കുന്നു. അവിടെയാണ് ബിജു കൃഷ്ണനെ BDJS ഇറക്കുന്നത്. അവിടെ നേരിട്ടുള്ള പോരാട്ടം LDFും UDFും. റൈറ്റ്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് വിവേരണിക്ക് ഒരിക്കൽ കൂടി അരുൺ, വോട്ട് NDA സ്ഥാനാർത്ഥിക്ക് എന്ന ചുവരെഴുത്തുകൾ എഴുതി കാത്തിരിക്കുകയായിരുന്നു BJP പ്രവർത്തകർ. മൊത്തമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതാണ്ട് വ്യക്തമായി വരുന്നതോടുകൂടി എത്രത്തോളം ആവേശത്തിലൂടുകയാണ്? ചുരുക്കം വാക്കുകളിൽ നമുക്ക് ഇടവേളയിലേക്ക് പോകാം. തീർച്ചയായും പ്രവർത്തകരിൽ വലിയ ആവേശം നിറയ്ക്കും. കാരണം വളരെ കാത്തിരുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് BJPയുടേത്. തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ BJP വലിയൊരു ക്യാമ്പയിനുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. ശബരിമല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തവണ BJP കേരളത്തിൽ വലിയ മുന്നേറ്റം നടത്തും. അക്കൗണ്ട് തുറക്കും. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് BJPയുടെ ആദ്യ MP ഈ തെരഞ്ഞെടുപ്പിന് ഉണ്ടാകുമെന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ അടുത്തോടുകൂടി BJP വലിയ പഠനപ്പിടക്കങ്ങൾക്ക് വേദിയായി മാറുന്നു. ഗ്രൂപ്പ് പോരാട്ടം ശക്തമാകുന്നു. ഒരേ മണ്ഡലത്തിന് വേണ്ടി ഒന്നിലധികം നേതാക്കൾ രംഗത്ത് വരുന്നു. ഈ മണ്ഡലം 12 ലഭിച്ചെങ്കിൽ മത്സരിക്കില്ലെന്ന് പല നേതാക്കൾ പറയുന്നു. അത്തരത്തിൽ ആകെ ആശയക്കുഴപ്പം. സംസ്ഥാനത്ത് ഒരു പട്ടിക തയ്യാറാക്കുന്നു. അത് സംസ്ഥാന നേതൃത്വം അറിയാതെ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറുന്നു എന്ന ആരോപണം സംസ്ഥാന അധ്യക്ഷനെതിരെ ഉയർന്നു വരുന്നു. ഒടുവിൽ ആ പട്ടികയിലും വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. എല്ലാം ആകെ ഒരു വലിയ അലങ്കോലത്തിന് ശേഷമാണ് ഇപ്പോൾ BJPയുടെ ഒരു പട്ടിക അന്തിമ ഘട്ടത്തിൽ പൂർത്തിയാകുന്നത്. പക്ഷേ പ്രവർത്തകർക്ക് അതും വലിയ പ്രശ്നമുണ്ടാകാൻ സാധ്യതയില്ല. കാരണം എത്രയും വേഗം സ്ഥാനാർത്ഥികൾ എത്തിയാൽ, പ്രത്യേകിച്ചും ഈ A ക്ലാസ് മണ്ഡലം തിരുവനന്തപുരവും പത്തനംതിട്ടയും അടക്കമുള്ള മണ്ഡലങ്ങൾ, വളരെ പ്രതീക്ഷയോടെ കാണുന്ന മണ്ഡലങ്ങളിൽ BJP പ്രവർത്തകർ നേരത്തെ തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആരാണ് സ്ഥാനാർത്ഥി അറിഞ്ഞില്ലെങ്കിൽ പോലും അവർ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. BJP പ്രവർത്തകർക്ക് ഇത് വലിയൊരു ആശ്വാസവും ആവേശവും പകരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. VV അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും മറ്റ് മണ്ഡലങ്ങളിലേക്ക്, ആലപ്പുഴ മുതൽ കാസർഗോഡ് വരെ മറ്റ് മണ്ഡലങ്ങളിലേക്കും ഒപ്പം തന്നെ BJP സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥി പട്ടികയുടെ ഔദ്യോഗിക പ്രഖ്യാപനം BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയും അദ്ദേഹവും തയ്യാറായി കഴിഞ്ഞു.